ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതീനെ സച്ചി കൊണ്ടുപോയി ആദിയുടെ വീട്ടിലാക്കിയിട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അറിയാലോ, ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് രേവതി ഉള്ളത്. രേവതിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആദീനെ. അപ്പം ആദീനെ കാണാനൊരാഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതുമല്ല, നമ്മുടെ സച്ചിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് രേവതിക്ക് നന്നായിട്ട് അറിയാം. കാരണം കൂട്ടുകാരുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിനെ അവിടെ ആക്കിയിട്ട് സച്ചി പോയി. സച്ചിനെ തന്നെ ഇങ്ങനെ രേവതി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ കണ്ടത്. ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി സച്ചിയുടെ വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇറങ്ങി വന്നിട്ട്, മോളെ രേവതി, സച്ചി എവിടെ? അതെ, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയേക്കുക, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു, പെട്ടെന്ന് തന്നെ വരും അമ്മേ എന്നിങ്ങനെ പറഞ്ഞു. ഏയ്, പെട്ടെന്നൊന്നും വരണ്ടെന്ന് വിളിച്ചു പറ, നമുക്ക് അതും ഇതുമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അല്ല, എവിടെ ആദീനെ കണ്ടില്ലല്ലോ അമ്മേ? അതെ, അവൻ കൂട്ടുകാർക്കൊപ്പം കളിക്കുക, ഞാൻ അവനെയും കൂടെ കാണാനാണ് വന്നത്. അവനിപ്പോൾ വരും മോളെ, മോളിവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട ആൻറ്റി, ഒന്നും വേണ്ട, എടുത്തോണ്ട് വരാന്നേ. ഇവിടെ വരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോകുന്നത് അത് ശരിയാണോ? എങ്കിൽ പിന്നെ ആൻറ്റി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇരിക്കുകയാണ്. രേവതി അവിടെ ഇരുന്ന് ചുറ്റുമൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. നല്ലൊരു പഴയ വീടൊക്കെയാണ്. എന്നിട്ട് ഇങ്ങനെ എന്ത് രസമാണ് വീടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തെയാണ് നമ്മുടെ ആദി പതുക്കെ ഒരു ബോളൊക്കെ ആയിട്ട് ഇങ്ങ് വരുന്നത് കേട്ടോ. ആദി ഇങ്ങനെ പതുക്കെയാണ് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ശ്രുതിയുടെ അമ്മ ചോദിച്ചു, അതെ, അപ്പം നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നല്ലേ, പിന്നെ എങ്ങനെയാ കല്യാണത്തിലേക്ക് എത്തിയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ ആൻറ്റി, അതിപ്പം ഞാൻ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആദി വന്ന ഉടനെ, ഇതാരാ ആദി വന്നോ? എന്നോട് പറഞ്ഞായിരുന്നു അമ്മൂമ്മ നീ കളിക്കാൻ പോയേക്കാണെന്ന്. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? അതെ, എല്ലാവരും എന്നോട് കൂട്ടുകെട്ടിയിട്ട് പോയി ആൻറ്റി. അതിനിപ്പോൾ എന്താ, ഞാനുണ്ടല്ലോ ഇവിടെ കളിക്കാൻ, നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ, ഇവൻ ഏത് നേരവും മോളെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. രേവതി ആൻറ്റീനെ കൂട്ടിക്കൊണ്ട് വാ, ഇവിടെ താമസിപ്പിക്കാന്നാ ഇപ്പം പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദി പറഞ്ഞു, അതെ വാ ആൻറ്റി, എൻ്റെ കൂടെ കളിക്കാൻ കൂടി ഇവിടെ ആരുമില്ല എൻ്റെ കൂടെ കളിക്കാൻ, ആൻറ്റി വാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ കൂട്ടിക്കൊണ്ട് ആദ്യം അങ്ങ് പോയി കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതി ബോളൊക്കെ ഇങ്ങനെ അടിച്ച് കളിക്കുകയാണ്, ആദിയും രേവതിയും തമ്മിൽ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ശ്രുതിയുടെ അമ്മ ഇരിക്കുന്നത്. അങ്ങനെ റോഡ് സൈഡിൽ തന്നെയാണല്ലോ വീട്. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ബോള് നമ്മുടെ ആദി തട്ടിത്തെറിപ്പിച്ച് റോഡിലേക്ക് പോയി. റോഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി ഈ ബോൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് വണ്ടി വരുന്നത് കണ്ടതും രേവതിക്ക് അങ്ങ് പേടിയായിട്ടോ. രേവതി ഓടി ചെന്നിട്ട് ആ ബോൾ എടുക്കാൻ തുടങ്ങി. കുട്ടീനെ മാറ്റിയിട്ട് ആ ബോൾ എടുക്കാൻ വേണ്ടി അങ്ങ് ചെന്നതാണ്. അപ്പോഴത്തേക്ക് കുട്ടീനെ ഇടിക്കേണ്ട സ്ഥാനത്ത് വണ്ടി നമ്മുടെ രേവതീനെ ഒന്ന് തട്ടിയിട്ടിട്ടാണ് പോകുന്നത്. അത് വല്ലാത്ത പ്രശ്നമാവുകയാണ് കേട്ടോ. വല്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പ്രശ്നമാവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അവിടെ തട്ടി വീണ് കാലം കണ്ട് ചെറിയ ചതവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രേവതി കിടന്ന് കാറിയപ്പോഴത്തേക്കും ആദ്യം കിടന്ന് കാറുക. അപ്പോഴത്തേക്കും തന്നെ സച്ചി ഓടി വന്നിട്ട് ഇതെന്താന്ന് ചോദിച്ചുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും ആ തട്ടിയിട്ട വണ്ടി അങ്ങ് സ്പീഡിൽ അങ്ങ് സ്പീഡിൽ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് സച്ചിക്ക് സഹിക്കുമോ? സച്ചിക്ക് ഇങ്ങനെയുള്ള അനീതി കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കുമല്ലോ. സച്ചി പുറകെ വെച്ച് പിടിച്ചിട്ട് നേരെ അവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്നങ്ങ് വളഞ്ഞങ്ങ് നിർത്തിയിട്ട് എന്താ ചെയ്തത്? ഉടനെ തന്നെ ആ വണ്ടിക്കകത്തിരിക്കുന്ന ആളെ ഇങ്ങനെ വലിച്ചിറക്കിയിട്ട് എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തും മര്യാദകേടായി കാണിച്ചത്? അല്ല, ഒരാളെ തട്ടിയിട്ടിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാതെ നിങ്ങളങ്ങ് വിട്ടു പോകാമെന്നാണോ വിചാരിച്ചത്? അതെ, ഇവിടെ പറ്റത്തില്ല. മര്യാദയ്ക്ക് വന്ന് സോറി പറഞ്ഞോ. നിങ്ങൾക്ക് മര്യാദ എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് സച്ചി അവരെ അവിടുന്ന് വണ്ടിയിൽ നിന്ന് വലിച്ചെടുത്തു. അയാളെ വലിച്ചിങ്ങോട്ട് നീക്കിയിട്ട് അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ വിട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിന്നെ വിടാടാ, ഇപ്പം ഞാൻ തന്നെ നിന്നെ വിടാം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് കൊണ്ടുപോയില്ലാണ്. അപ്പോഴത്തേക്കും തന്നെ ശ്രുതിയുടെ അമ്മ മോളെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ റോഡിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അങ്ങനെ നമ്മുടെ സച്ചി അവരെ കൊണ്ടുവന്ന് രേവതിയുടെ മുമ്പിൽ നിർത്തിയിട്ട് എന്താണെന്ന് ചോദിച്ചു മാപ്പ് പറയാൻ പറഞ്ഞു. രേവതിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു അതിശയവും പിന്നെ രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തേക്കും തന്നെ
നമ്മുടെ അവിടെ നിന്നവർ പറഞ്ഞു, അതെ സോറി മാഡം, അറിയാതെ സംഭവിച്ചതാ. അറിയാതെ ഇവന്മാരുണ്ടല്ലോ, ഇവന്മാരെ പോലീസിന് പിടിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. പിന്നെ വെറുതെ വിട്ടെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കിച്ചോ ഇല്ലയോ എന്നറിയാതെ ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അവിടെ വേദനയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ രേവതിക്ക്. കാരണം സച്ചിക്ക് തന്നോടുള്ള ആ ഒരു ഇഷ്ടം, സ്നേഹം, ആ ഒരു കെയറിങ് ഒക്കെ നമ്മുടെ രേവതിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് പോയി സോറിയൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ നമ്മുടെ രേവതീനെ പതുക്കെ പിടിച്ച് സച്ചിയും ശ്രുതിയുടെ അമ്മയും കൂടെ പിടിച്ച് ഉമ്മർത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ചോദിച്ചു, അല്ല എന്താ വേദനയുണ്ടോ രേവതി എന്ന് ചോദിച്ചപ്പം, വേദനയുണ്ട്, വല്ലാത്ത വേദനയുണ്ട്, വേറെ മുറിവൊന്നുമില്ല, പക്ഷെ എന്തോ വേദനയാന്ന് പറയുമ്പോൾ ചതവായിരിക്കും, നല്ല ചതവ് കാണുമായിരിക്കും എന്നിങ്ങനെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു. ശ്രുതിയുടെ അമ്മ പറഞ്ഞപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ആ കാലിലേക്ക് നോക്കുകയും കാല് തിരുമുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ രേവതി സച്ചിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് സച്ചി പറഞ്ഞു, ശ്രദ്ധിക്കണ്ടേ, ഉണ്ടക്കണ്ണ് 2 എണ്ണം ഉണ്ടല്ലോ, ആ ഉണ്ടക്കണ്ണ് വെച്ചുകൊണ്ട് സൈഡിൽ കൂടെ എന്തെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കത്തില്ലേ, അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പം ഇത് സംഭവിക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതി വീണ്ടും സച്ചിനെ തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദി പറയുന്നുണ്ട്, സോറി ആൻറ്റി, ഞാൻ കാരണമല്ലേ ആൻറ്റിയുടെ കാലിനിപ്പോൾ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം രേവതി പറഞ്ഞു, മോൻ കാരണമൊന്നുമല്ല, മോൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ, ആൻറ്റി മോൻ അങ്ങനെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പേടിച്ചു പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയും പറഞ്ഞു, അതെ രേവതി, നീ ചെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ആദീനെ കാറിപ്പം വന്ന് ഇട്ടിട്ട് പോയേനെ, എൻ്റെ കുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചേനെ, മോളല്ലേ എൻ്റെ മോനെ രക്ഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, അതെ അശ്രദ്ധക്കുറവ് കൊണ്ടൊന്നും അല്ല, ഇത് രക്ഷിക്കുന്നതിന് ഇടയിൽ സംഭവിച്ചത്, ആദീനെ രക്ഷിക്കുന്നതിന് ഇടയിൽ. അതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ അടുത്തുണ്ട്, ഒന്ന് അവിടെ കാണിച്ചിട്ട് പൊക്കോണം, കാലിന് എന്തെങ്കിലും ചതവുണ്ടെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അവർ നോക്കിയിട്ട് പറയൂല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കും രേവതി, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുക്കാനായിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ. ഏതായാലും നമ്മുടെ രേവതി സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇടിച്ചത് നന്നായി പോയല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് പോയി നമ്മുടെ രേവതി. കാരണം അത്രയ്ക്ക് നല്ലൊരു കെയറിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് ഇങ്ങനെ ഫോണൊക്കെ സംസാരിച്ച് റോഡിലൂടെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവുവിനെ കാണുകയാണ്. അപ്പം ദേവു, ഇതാരാ ശ്രീകാന്തോ എന്നിങ്ങനെ ചോദിച്ചു. ദേവു, ഇതെന്താ ഇവിടെ? അതെ, എനിക്കിവിടെ കുറച്ച് പൂ കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ വന്നതാ എന്ന് പറഞ്ഞപ്പോൾ ദേവു പറഞ്ഞു, അതെന്താ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പം, അതെ ഞാൻ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അല്ല ഞാൻ വന്ന കാര്യം മെസ്സേജ് ചെയ്തായിരുന്നല്ലോ, മറന്നോ? അത് ഞാൻ മറന്നുപോയി. അതെ, ഞാൻ പോയി പൂവ് എടുത്തിട്ട് വരുവാ. മുമ്പ് ചേച്ചി ചെയ്തിരുന്ന ജോലി ഞാനാ ചെയ്തിരുന്നത്. അപ്പോൾ കോളേജിൽ പോകുന്നില്ലേ? കോളേജിൽ പോകും. ശരിയാ, നല്ലതാ, പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് നല്ലതാ എന്നിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു. അത് ശ്രീകാന്ത് ചോദിച്ചു, അല്ല അമ്മ എന്തിയേ? അമ്മ കടയിൽ വന്നിട്ടുണ്ട്, എനിക്ക് 1-2 ഡ്രസ്സ് എടുക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അല്ല റെസ്റ്റോറൻ്റ് ഒക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് തുടങ്ങുന്നത്? അത് 6 മാസം കഴിയും ദേവു, ഇപ്പോൾ ഒരു ട്രെയിനി ആയിട്ട് ഞാൻ ജോലി ചെയ്യുക. ഫുഡിലുള്ള പരീക്ഷണമൊക്കെ തുടങ്ങിയോ? കസ്റ്റമേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊന്നും ആയില്ലല്ലോ. ഞാൻ കുക്ക് ചെയ്തതേ, താനൊന്ന് കഴിച്ചു നോക്ക്, പിന്നെ താനെൻ്റെ ഫാനായിരിക്കും, ഫാന്. അപ്പം കുക്കിങ്ങിൽ കുറേ ചാൻസ് ഒക്കെ ഉണ്ടല്ലേ? കുറേയൊന്നുമില്ല, കുറേ ഫാൻസിനെ കിട്ടിയിട്ടുണ്ട്, അത് തന്നെ. പിന്നെ പേരും നാടും വീടൊന്നും എനിക്കറിയില്ല, ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കസ്റ്റമറായിട്ട്, എൻ്റെ ഫുഡ് ഒത്തിരി ഇഷ്ടം അയാൾക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, ഫുഡാണോ ഇഷ്ടം അതോ അതുണ്ടാക്കിയ ആളെയാണോ ഇഷ്ടം? അത് ഫുഡ് തന്നെ ഇഷ്ടം, ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഇതുവരെ കണ്ടിട്ടില്ലാതെ അവരെങ്ങനെ എന്നെ സ്നേഹിക്കാനാ? എൻ്റെ ഒരു കസ്റ്റമർ മാത്രമാണ്. കസ്റ്റമർ, ഇതൊക്കെ ഒരു ലവ് സ്റ്റോറിയുടെ തുടക്കം കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത് തന്നെ എന്തായാലും അവൾ ശ്രീകാന്തിനോട് ഐ ലവ് യു പറയാൻ ചാൻസ് ഉണ്ട്. ഇതെന്താ ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. ശ്രീകാന്ത് നിന്ന് ചിരിച്ചപ്പം, ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചിരിച്ചതാ. അതെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, എന്താ അമ്മേനെ കണ്ടിട്ട് പോകാം? ഇപ്പം അമ്മേനെ കാണാനേ സമയമില്ല, ഞാൻ പോവാം, പിന്നെ ഒരു ദിവസം ഞാൻ വരാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോയിട്ടോ. ഇതേ സമയം നമ്മുടെ രേവതിയുടെ അമ്മ വരികയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ വന്നിട്ട് ദേവുവിനോട് ചോദിച്ചു, പൂ കൊടുത്തിട്ട് വരാൻ ഇത്രയും നേരമോ? അതെ, ഞാൻ ശ്രീകാന്തിനോട് സംസാരിക്കുകയായിരുന്നു. അതെ, ഞാനൊരു കാര്യം പറയാം മോളെ, നാട്ടുകാർക്കറിയില്ല നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നൊന്നും,
പിന്നെ അറിയാലോ സച്ചിയുടെ അമ്മയുടെ കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യരുത്. നീ അവനെ വല വീശി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ വാളെടുക്കും. നിന്റെ ചേച്ചിക്ക് അവിടെ സ്വസ്ഥതയോടെ നിൽക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെയല്ല അവരെ പേടിച്ച് ജീവിക്കാൻ കഴിയുമോ അമ്മേ എന്ന് ഞാൻ പറയില്ല. എന്നാലും ഇത് വേണ്ട മോളെ, ഇത് ശരിയല്ല. എല്ലാം ഒരളവിന് മാത്രം മതി. ചുമ്മാ വേണ്ട, നമുക്കിതിൻ്റെ കാര്യമില്ല. ഞാനിത് നിൻ്റെ നല്ലതിനാണ് പറയുന്നത്. നീ ബാ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവൂരെ കൂട്ടിക്കൊണ്ട് രേവതിയുടെ അമ്മ പോവുകയാണ് കേട്ടോ. രേവതിയുടെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ കയ്യിലെങ്ങാണം ഈ വിവരം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചന്ദ്ര വെച്ച കുലാരയും അത് വേറെ കാര്യം. നാട്ടുകാരുടെ കാര്യം അറിയാമല്ലോ, എന്തെങ്കിലും അവിടെയും ഇവിടെയും മണക്കാൻ നോക്കിയിരിക്കും ഒന്ന് പബ്ലിസിറ്റി ആക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് രേവതിനെ സച്ചിനാണ്. അപ്പോൾ രാത്രിയായി രേവതിയും സച്ചിയും നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ചെന്നു. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സച്ചി പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പിടിച്ച് നടത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും കാല് കുത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല, നല്ല വേദനയുണ്ട് എന്നിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ആണെങ്കിൽ പതിയെ നമ്മുടെ രേവതിനെ പൊക്കിയെടുക്കുകയാണ് കേട്ടോ. പൊക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ രേവതിയുടെ മനസ്സിൽ ലഡു പൊട്ടുകയാണെന്ന് തന്നെ പറയാം. നല്ലൊരു റൊമാൻസ് ആണ് കേട്ടോ അവിടെ നമ്മൾ കാണുന്നത്. പൊക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ രേവതി വല്ലാണ്ട് അങ്ങ് ആകുകയാണ്. രേവതി ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണല്ലോ പൊക്കിയെടുക്കുന്നത്. അങ്ങനെ പൊക്കിയെടുത്ത് കഴിയുമ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കുറച്ച് നേരം നോക്കി നിൽക്കുന്നു. ഒരു ചെറിയ മ്യൂസിക്കൊക്കെ ഇടുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പാറുവമ്മ ഇത് കണ്ടു. നല്ലൊരു കാഴ്ച. കലാവതിയമ്മേ ദേ ഇങ്ങ് വന്നേ, ദേ അങ്ങോട്ട് നോക്കിയാതെ എന്താ കാണുന്നതെന്ന്. അപ്പോഴത്തേക്കും കലാവതി നോക്കിയിട്ട് എൻ്റെ ഈശ്വരന്മാരെ, ഞാൻ എന്താ ഈ കാണുന്നത്? എൻ്റെ കലാവതിയമ്മേ, അവനൊരു വില്ലാളി വീരനെ പോലെ പെണ്ണിനെ എടുത്തോണ്ട് വരുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പം എൻ്റെ മോൻ രേവതിനെ എടുത്തോ? എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ ദേവി, എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. 11 നാൾ വന്ന് തൊഴാന്നാ പറഞ്ഞത്. 2 ദിവസത്തിനകം തന്നെ നീ ഫലം തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ഫലമാണ് തന്നത്? അല്ല, സ്നേഹം കൂടി ഇവളെ നീ എടുത്തോണ്ട് നടന്നില്ലേ? പിന്നെ സ്നേഹം. അതെ മോനെ, താഴെ ഇറക്കുക വേണ്ട കേട്ടോ, കൈ തന്നെ ഇരിക്കട്ടെ, താഴെ ഇപ്പം ഇറക്കല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ പാറുവമ്മ പറഞ്ഞു, നാട്ടുകാരൊക്കെ കണ്ടു കാണില്ലേ, അതിനിപ്പോൾ എന്താ, അവൻ്റെ ഭാര്യയല്ലേ അവനെടുത്തത്, അവൻ്റെ ഭാര്യേനെ അവനെടുത്തെന്നോർത്തോണ്ട് യാതൊന്നുമില്ല. സച്ചി, നീ വേണമെങ്കിലേ ഇവളെ എടുത്തോണ്ട് ഈ നാട് മുഴുവൻ ചുറ്റിക്കോ, എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ മുടിഞ്ഞ വെയിറ്റായി വെക്ക്. ഇവളെ എടുത്തോണ്ട് ഞാൻ നാട് ചുറ്റാനോ പൂ കെട്ടുന്ന കൈയൊക്കെയാ, പക്ഷേ കിൻഡല്. അതെ, ഞാൻ ഇവളെ എടുത്തത് ഇവക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ടാ. എന്താ പറ്റിയത്? അതെ, ഒരു കാറ് വന്നിടിച്ചു, കാലിൽ ചതവുണ്ട്. എൻ്റെ ഈശ്വര. അതെ, പേടിക്കാൻ മാത്രമൊന്നുമില്ല, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ചതവേ ഉള്ളൂ. അച്ഛമ്മ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സച്ചി പൊക്കിക്കൊണ്ട് പോവുക. എൻ്റെ ഈശ്വര, എന്തൊരു വെയിറ്റാ, നീ എന്താണ് ഈ തിന്നുന്നത് എന്നും പറഞ്ഞോട്ടാ പൊക്കിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് ആ സെറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിനെ. അങ്ങനെ മുത്തശ്ശി വന്നിട്ട് അച്ഛമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ പറ്റിയത്, എന്താ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതിയല്ല സച്ചി പറഞ്ഞു, ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ, മനുഷ്യൻ്റെ നടു ഒടിഞ്ഞു. ഇവള് പൂ കെട്ടുന്നതാന്ന് ഓർത്തപ്പോൾ ഇത്ര കനം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെന്താടി നീ കയറ്റുന്നത്, നീ എന്താടി ഈ തിന്നുന്നത്, ഇത്രയും വലിച്ചു വാരി തിന്നേണ്ട കാര്യമുണ്ടോ, ഈ മുട്ടിഞ്ഞ വെയിറ്റാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയി. അപ്പോഴേക്കും അച്ഛമ്മ ചോദിച്ചു, അല്ല മോളെ എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രേവതി നടന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവനെ എൻ്റെ കൈ കിട്ടാണ്, അവനെ ഞാൻ തല്ലി അവൻ്റെ കാലൊടിച്ചേനെന്ന് പറഞ്ഞപ്പം അതിനെ ആവശ്യത്തിന് കൊച്ചുമോൻ കൊടുത്തിട്ടുണ്ട്. നല്ലത് തന്നെയാണ് കൊച്ചുമോൻ പറഞ്ഞത്. അതുമല്ല, എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി മാപ്പും ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ കടന്നു വരുന്നത്. അങ്ങനെ രവീന്ദ്രൻ വന്നതേ, അയ്യോ ഇതാരാ വരുന്നത്, ഇത് രവിയല്ലേ എന്നും പറഞ്ഞ് അച്ഛമ്മ ഓടിച്ചെന്നു. ഇതെന്താ രവി, ഒരു മുന്നറിയിപ്പുമില്ലാതെ നീ വന്നത്? അമ്മേനെ കാണണമെന്ന് തോന്നി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല, മോൾ അവിടെ ഇരിക്കും, മോൾ എണീക്കണ്ട എന്ന് അച്ഛമ്മ പറഞ്ഞു. അപ്പോഴത്തേക്ക് രവി ചോദിച്ചു, ഇതെന്ത് പറ്റി മോളുടെ കാലിന്? അതേ, ഒരു കാർ ഇടിച്ചതാ. കാറിടിക്കേ? പേടിക്കാനൊന്നുമില്ല അച്ഛാ, ചെറിയൊരു ചതവേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അച്ഛമ്മ, പാറു നീ ഒരു കാര്യം ചെയ്യേ, രവിയുടെ ബാഗ് എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സച്ചു ഓടി വന്നിട്ട് അച്ഛാന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അതെ അച്ഛാ, അച്ഛനെ ഞാൻ ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ. വന്നല്ലോ അച്ഛൻ, എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ, എന്നെ കാണാതെ അവിടെ ഒരു സമാധാനം ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പോടാ ഒന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് സച്ചി, എങ്ങനെയുണ്ടമ്മേ? അതെ, ഒരു കുറവുമില്ല, നിന്നെയും കാറും കാണാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ അവന്. അതെ പിന്നമ്മേ, ഞാനേ തനിച്ചല്ലാട്ട വന്നത്. പിന്നെ ആരാ നിൻ്റെ കൂടെ ഉള്ളത്, സുധിയോ?
ഏയ് ശ്രുതിയൊന്നും അല്ല, അങ്ങോട്ടേക്ക് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ചന്ദ്രേ എന്നിങ്ങനെ വിളിച്ചു. ചന്ദ്രയോ എന്നിങ്ങനെ അച്ചമ്മ നോക്കിയപ്പോഴത്തേക്കും ദേ നമ്മുടെ ചന്ദ്ര കയറി വരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാഴ്ച കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചന്ദ്ര പിന്നെ ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ചന്ദ്ര വന്നതും എല്ലാവർക്കും അതിശയമായി പോയി. ഏറ്റവും കൂടുതൽ അതിശയം നമ്മുടെ സച്ചിക്ക് തന്നെയാണുള്ളത്. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ വന്ന് പറഞ്ഞു, ഇത് എന്താ ചന്ദ്രയെ ഞാൻ ഈ കാണുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയ ചന്ദ്ര ഇപ്പോഴീ വീട്ടിലേക്ക് കയറി വന്നതോ? എനിക്കറിയില്ല എൻ്റെ ഭഗവാനെ, ഇവിടെ എല്ലാ അത്ഭുതമാണല്ലോ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എനിക്ക് അമ്മേനെ കാണാൻ പ്രത്യേകിച്ച് വലിയ ഇതും വേണോ? എനിക്ക് അമ്മേനെ കാണണമെന്ന് തോന്നി ഞാൻ വന്നു. ഇത് കേട്ടത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒന്ന് ഞുള്ളി നോക്കുകയാണേ. എൻ്റെ ഈശ്വര, ഇതൊക്കെ സത്യമാണോ? എന്തോ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ, അല്ലാതെ വെറുതെ വരില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ നേരം വെളുത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിയായിട്ട് ഉമ്മറത്ത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, എൻ്റെ ഈശ്വര ഞാനിവിടെ പെട്ടുപോയല്ലോ, ഇനി നിൻ്റെ കാല് ശരിയായിട്ടല്ലേ എനിക്കിപ്പം നാട്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, അയ്യോ എന്താ മോളെ ഈ കാണിക്കുന്നത്? മോളെ കാലിങ്ങനെ തൂക്കി വെച്ചൂടാ, കാലേ പൊക്കി വെക്കണം എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയുടെ കാലെടുത്ത് പൊക്കി വെക്കുകയാണ്. ആ മുറ്റത്തിങ്ങനെ നടയിലിരിക്കുകയായിരുന്നു രേവതി ഉമ്മർത്ത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ചെന്നിട്ട് ആ കാലെടുത്ത് പൊക്കി ചന്ദ്രയുടെ മടിയിലേക്ക് അങ്ങ് വെച്ചു. ഇത് കണ്ടുകൊണ്ടാണ് രവീന്ദ്രനും നമ്മുടെ കലാവതിയും വരുന്നത്. എല്ലാവർക്കും അതിശയമായി പോയിട്ടോ. അപ്പം നമ്മുടെ സച്ചി അവിടെ നിന്ന് പതുക്കെ എണീറ്റിട്ട്, എൻ്റെ ഈശ്വര, ഇന്നിവിടെ കാക്ക മലർന്ന് പറക്കുന്ന എനിക്ക് തോന്നുന്നു, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്, ഇത് സത്യമാണോ എന്നും പറഞ്ഞ സച്ചി ഇരിക്കുന്നത്. രേവതി അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി. രേവതി പറഞ്ഞു, വേണ്ടമ്മേ വേണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞു. അപ്പം കലാവതി ഇങ്ങ് വന്നിട്ട് വന്ന ഉടനെ തന്നെ ചന്ദ്ര പെട്ടെന്ന് എണീക്കുകയാണ്. ബഹുമാനം. അങ്ങനെ ചന്ദ്ര എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും, നീ എണീക്കേണ്ട, നീ അവിടെ ഇരിക്കുക ചന്ദ്രേ. ഇല്ല ഞാനിവിടെ നിന്നോളാം അമ്മേ എന്നിങ്ങനെ എന്താ പറയുക, വളരെ സൗമ്യമായിട്ട് ചന്ദ്ര പറയുക. അപ്പം നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, നീ ആദ്യമായിട്ടല്ലേ എന്നെ കാണുമ്പോൾ എണീക്കുന്നത്? ഇതിനു മുമ്പ് നീ എണീക്കാറില്ലല്ലോ. രേവതിയെ നോക്ക്, കാല് വയ്യാഞ്ഞിട്ട് പോലും ദേ അവൾ അമ്മായിയമ്മനെ കണ്ടപ്പം എണീറ്റ് വന്നില്ലേ? നീ അത് ശ്രദ്ധിച്ചോ? അത് കണ്ടു പഠിക്കണം. അതാണ് രേവതിയുടെ ഗുണം. ബഹുമാനം കണ്ടോ? അങ്ങനെ വേണം പെൺപിള്ളേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള മരുമകളെ കിട്ടാനേ പുണ്യം ചെയ്യണം, പുണ്യം. നീ എന്തോ പുണ്യം ചെയ്തെന്ന് അറിഞ്ഞൂടാ എന്നിങ്ങനെ ചന്ദ്രയല്ല നമ്മുടെ അച്ചമ്മ പറഞ്ഞു. ഏതായാലും ചന്ദ്ര രേവതിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പം. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ ചന്ദ്ര. ഇതൊക്കെ പറയുമ്പോൾ തക്കതായ മറുപടി പറയുന്നതായിരുന്നു. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം ഉൾക്കൊണ്ട് അവിടെ ഇരിക്കുന്ന നമ്മുടെ ചന്ദ്ര ഒന്നും അറിയില്ല. പൈസയ്ക്ക് വേണ്ടിയാണ് ഈ കളി നടത്തുന്നതെന്ന് നമ്മുടെ അച്ചമ്മയ്ക്കോ സച്ചിക്കോ അറിയില്ല. ഉടനെ അറിയും കേട്ടോ. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. ഇത്രയും ഭാഗം കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം എത്രയും പെട്ടെന്ന്. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.